മൊലിയാരെ അമ്മായിനെ കെട്ടിയത് ഒരു മുജാഹിദ. മൊലിയാരമ്മായിനെ മൊലിയാരക്കുള്ള സമയത്ത് ഇങ്ങനെ പോകുന്ന അജ് കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ എല്ലാ പോവും, അമ്മായിൻ്റെ അവിടെ പോവും, പലയിടത്തും പോവും, എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയപ്പം അമ്മായിൻ്റെ മാപ്പിള പറഞ്ഞ് അമ്മായിനോട് പെണ്ണുങ്ങളോട് നീ അവിടെ പോയി ഓനാതെ വരുന്ന ഓനെക്കൊണ്ട് നമുക്ക് പെണ്ണ് കെട്ടിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് ഓനെക്കൊണ്ട് പെണ്ണ് കെട്ടിക്കണം, ഓനൊരു മാനസികമായിട്ട് നടക്കല്ലേ എന്ന് വെച്ചു. ഓനിപ്പോൾ പെണ്ണില്ല, ഞാൻ ശരിയാവരാതെ. ആരാ? അമ്മായിൻ്റെ മാപ്പിള പറയുന്നത്. കാക്ക പറയാ അവിടെ നിന്ന് പെണ്ണൊക്കെ ഇവിടെ തന്നെ, മാനസികമൊക്കെ ഇവിടെ തന്നെ, വേറെ എവിടെയും വേണ്ടാന്ന്. പെണ്ണൊക്കെ ഇവിടെ തന്നെ, മാനസികമൊക്കെ ഇവിടെ തന്നെ, വേറെ എവിടെയും വേണ്ട. അത് 4-ാമത്തെ ദിവസം നല്ല ഹാരിമായ മനുഷ്യനാ, ഭ്രാന്തായിട്ട് അവൻ അയാൾ ആമത്തിലിട്ടിട്ട് ആട് നമ്മൾ ആമത്തിലായി. പിന്നെ അവക്ക് സാഹിബ് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, ഇട്ടിട്ട് ഉള്ളാളത്താണ് അവർ മുഹീദ്ദീൻ സാഹിബ്, പുലിമുഹീദ്ദീൻ സാഹിബ്, സീമുല്ലാഹ് ഷെയ്ഖ്. നമ്മളവിടെ ഇപ്പൊ ഇൻഷാല്ലാ ഇവിടുത്തെ വീഡിയോ കഴിഞ്ഞ് വൈകുന്നേരം അവരെ സിയാറത്ത് ചെയ്യാൻ പോവാ. എൻ്റെ അളിയൻ്റെ വീട്ടിലാണ് താമസം. അവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മഴവില്ല താമസം. കാണുകയാണെങ്കിൽ വർത്താനൊന്നുമില്ല, കിടക്കില്ലേ. അങ്ങനെ അടുത്ത പുറക്കാരോട് പറഞ്ഞു, ഒരു 2 പെൺകുട്ടികളുണ്ട് അവിടെ. ചെറിയൊരൊന്ന് പറഞ്ഞയച്ചു, ഞാൻ എന്തെങ്കിലും ഒന്ന് സഹായിക്കാനൊന്ന് കൂട്ടായിരുന്നു. എൻ്റെ അളിയാൻ പറഞ്ഞേ മറ്റേ കുട്ടിൻ്റെ ഇവളോട് എന്തെങ്കിലും സഹായിക്കാൻ കൂടി തരണം, പൊരയിൽ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം പോയപ്പോൾ ഇയാൾ ദിവസം അവിടെ കാണാൻ ചെന്നപ്പോൾ വലിയൊരവസ്ഥ വേറെയാണല്ലോ, ഭ്രാന്തന്മാരവസ്ഥ ആണല്ലോ. മൂപ്പരും ഇങ്ങോട്ട് വന്ന് തന്നെ ഭ്രാന്തന്മാർക്ക് പണിയെടുക്കാൻ എൻ്റെ മോളെ കിട്ടൂലെന്നാണ് ഭ്രാന്തൻ. പിന്നെ അയാളും ഭ്രാന്തനായിട്ട് മരിച്ചതാണ്. അയാളും ഭ്രാന്തനായി. അതൊക്കെ നമ്മുടെ സാക്ഷിയാണ്, നമ്മുടെ സാക്ഷിയാണ്. നമ്മൾ വേറെ കേട്ടതൊന്നും അല്ല നമ്മൾ പറയുന്നത്. നമ്മളെ നാട്ടിലുള്ളത് നമ്മളെ സാക്ഷി, അതൊക്കെ വേറെ വേറെതല്ല, വേറെ ഒരാൾ പറഞ്ഞിട്ടല്ല. അതെ, സ്വന്തം നമ്മുടെ ചാനലിന്റെ പ്രത്യേകത, നമ്മുടെ ഈ പരിപാടിയുടെ പ്രത്യേകത തന്നെ നമ്മൾ അനുഭവിച്ച, നേരിൽ കണ്ട ആളുകളുടെ അനുഭവങ്ങളാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്.